ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കണ്ണിനെ പറ്റിയിട്ടും അതിൻ്റെ എന്തൊക്കെ അസുഖങ്ങൾ വരാമെന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും ഇതുവരെ സെപ്പറേറ്റ് ആയിരുന്നു. ഇനി നമ്മൾ ഒരു ചെറിയൊരു പോർഷൻ്റെ ഡിഫറൻസേ 2 ക്ലാസ്സും നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും 2 ക്ലാസ്സും ഒരേ പാറ്റേണിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ ബയോളജീൻ്റെ പോർഷൻ പെട്ടെന്ന് തീർക്കാനും വേണ്ടിയിട്ടും അല്ലേ. നമ്മളിപ്പോൾ ചെവി എത്തി സ്കൂളിൽ, അപ്പോൾ നമ്മളൊരിത്തിരി പുറകിലാണ്, വല്ലാണ്ട് പുറകിലല്ല, ഒരു പോർഷൻ പുറകിലാണ്. അപ്പോൾ ഈ 2 ക്ലാസ്സും ഒരുമിച്ച് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മൾ 2 ക്ലാസ്സിനും കൂടെ ഇനി ഒരുമിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ പോർഷനൊക്കെ നമ്മൾ M1 M2 ക്ലാസ്സുകാർക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ ഒരുപാട് തവണ വായിച്ച് പഠിച്ച് എഴുതിയ കാര്യമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ക്ലാസ് M1 M2കാർ എന്ത് ചെയ്യണം, ഒരു റിവിഷൻ പോലെ എടുക്കണം. E1 E2കാർ കൃത്യമായി ശ്രദ്ധിച്ച് കണ്ണിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കൃത്യമായി ശ്രദ്ധിച്ച് നോട്ട് എഴുതിയെടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്കറിയാം കണ്ണിൻ്റെ പാളികളെ പറ്റി നമ്മൾ പറഞ്ഞു. അതിൽ സ്ക്ലീറ, രക്തപടലം, ദൃഷ്ടിപടലം, അതിനെപ്പറ്റി റെറ്റിന, കൊറോയിഡ്, ഇതിനൊക്കെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും കോർണിയ, ഐറിസ്, പീതബിന്ദു, അന്തബിന്ദു, ഇതിൻ്റെയൊക്കെ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി നിങ്ങളിവിടെ എന്ത് ചെയ്യുക, കൃത്യമായി സ്റ്റുഡൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കൊടുത്തിട്ടുണ്ട് എന്ത്, ലെയേഴ്സ് ഓഫ് ദി ഐ അല്ലെങ്കിൽ കണ്ണിൻ്റെ പാളികൾ എന്നല്ലേ, അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെയേഴ്സ് ഓഫ് ദി ഐയിൽ നമുക്ക് 3 ലെയേഴ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണത്? സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പറയാം നമുക്ക്, ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. പേരുകൾ എന്തൊക്കെയൊന്ന് പറഞ്ഞേ. സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന, അല്ലെങ്കിൽ ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. അങ്ങനെ 3 ലെയേഴ്സ് ഉണ്ട് ആർക്ക്, കണ്ണിന്. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യുക, നമുക്ക് ആദ്യം മുതൽ വായിച്ച് തുടങ്ങാം അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കരുതുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 3 ഡയമെൻഷണൽ പിക്ചറൊക്കെ ഞാൻ വരക്കുന്നതിലും എത്രയോ നന്നായിരിക്കും നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ. ഓൾമോസ്റ്റ് എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള ടെക്സ്റ്റ് ബുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ പിക്ചർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വരക്കുന്നതിലേറെയും ഏറ്റവും നന്നായിരിക്കും ഇങ്ങനെ കാണിച്ചു തരാനെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ക്ലാസ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ക്ലീറയുടെ ഫങ്ഷനിങ് പറയുന്നത് the white outer layer which give firmness to the eye made up of connective tissues, അല്ലെങ്കിൽ കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി, അതേപോലെ തന്നെ യോജകക്ഷയാൽ നിർമ്മിതം, അതായത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, മലയാളം മീഡിയം സ്റ്റുഡൻസ് ഒരു റിവിഷൻ പോലെ ഇതിനെടുക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണിൻ്റെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ ചെവീൻ്റെ കാര്യം തന്നെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊരു റിവിഷനായിട്ട് എടുക്കുക, എൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞു നോക്കുക. സോ സ്ക്ലീറ, the white outer layer, first point, the white outer layer which give firmness to the eye and it is made up of connective tissues. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ലെയർ എന്താ പറയുന്നത്, കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം. ധാരാളം രക്തക്കുഴലുകൾ കാണുന്ന ഒരു മധ്യപാളി അല്ലെങ്കിൽ മിഡിൽ ലെയറാണ് എന്ത്, കൊറോയിഡ്. The middle layer which contain a large number of blood vessels. ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ട് എവിടെ, കൊറോയിഡിൽ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ലെയർ പറഞ്ഞു, നമ്മൾ സ്ക്ലീറയാണ്, വെളുത്ത അല്ലെങ്കിൽ വൈറ്റ് ഔട്ടർ ലെയർ, ഏറ്റവും ബാഹ്യപാളിയാണ്. യോജകക്ഷയാൽ നിർമ്മിതം എന്ന് പറയുമ്പോൾ കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്, സ്ക്ലീറ ഉണ്ടാക്കിപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ദൃഢപടലം ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് കൊറോയിഡാണ്. കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം, ഇത് മധ്യപാളി അല്ലെങ്കിൽ മിഡിൽ ലെയറാണ്. ഒരുപാട് ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകൾ എവിടെയുണ്ട്, കൊറോയിഡിലുണ്ട്. ഇനി നമ്മൾ പറയുന്നത്
ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിനയെ കുറിച്ചിട്ടാണ്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന അന്ത്യപാളി അല്ലെങ്കിൽ ദ ഇന്നർ ലെയേഴ്സ്, ആന്തരപാളി എന്നാണ്. ഇപ്പോൾ അന്ത്യപാളി എന്നല്ല, ആന്തരപാളി, ഏറ്റവും ഉള്ളിൽ ഇന്നറായിട്ടുള്ള ഏറ്റവും ഉള്ളിൽ നിൽക്കുന്ന ലെയറാണ് റെറ്റിന. ഇവിടെയാണ് ഒരുപാട് ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണുന്നത്. ഇന്നർ ലെയർ വിച്ച് ഹാസ് ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ഏത്? റെറ്റിന. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണിലെ പാളികൾ എന്നുള്ള ടോപ്പിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ദ ലെയേഴ്സ് ഓഫ് ദി ഐ എന്ന ടോപ്പിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിലാദ്യം പറയുന്നത് സ്ക്ലീറിനെ പറ്റിയിട്ടാണ്. ദ വൈറ്റ് ഔട്ടർ ലെയർ വിച്ച് ഗീവ് ഫേംനെസ് ടു ദ ഐ ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്, and choroid, the middle layer which contains a large number of blood vessels, and the retina, the inner layer which has photoreceptors. ഓക്കെ ആണല്ലോ. ഇവിടെ പറയുന്നത് ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം കണ്ണിന് ദൃഢത നൽകുന്നു, അതുപോലെ തന്നെ യോജകക്ഷിയാൽ നിർമ്മിതമാണ്. പിന്നെ രക്തപടലം ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്നു, ദൃഷ്ടിപടലം പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക. നമ്മൾ ബയോളജി ഞാൻ എപ്പോഴും പറയലുണ്ട്, അല്ലെങ്കിൽ ജീവശാസ്ത്രം നമ്മളെപ്പോഴും പറയലുണ്ട്, പോയിൻ്റായിട്ട് തന്നെ പഠിക്കണം. നമ്മൾ മാത്സ് ചെയ്യുന്ന പോലെ പ്രോബ്ലം സോൾവ് ചെയ്ത് LHS = RHS എഴുതുന്നത് പോലെയല്ല, പോയിൻ്റായിട്ട് വായിച്ച് തന്നെ പഠിക്കണം. അത് ബൈഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വായിച്ച് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് വിട്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ കഴിയും ബയോളജി. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളിത് എപ്പോൾ ബയോളജി ക്ലാസ് കേൾക്കുമ്പോഴും പഠിക്കാനിരിക്കുന്നത് പോലെ റെഡി ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ഭാഗത്തിനെ പറ്റിയിട്ടും, നമ്മൾ കണ്ണിൻ്റെ ചിത്രം കണ്ടപ്പോൾ ഓരോ ഭാഗത്തിനെ പറ്റിയിട്ടും നമ്മൾ കണ്ടു അല്ലേ. നമ്മൾ ഏതൊക്കെ ഭാഗത്തിനെ കണ്ടു? കോർണിയ കണ്ടു, ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ്, അതേപോലെ തന്നെ യെല്ലോ സ്പോട്ടും ബ്ലൈൻഡ് സ്പോട്ടും കണ്ടു. പിന്നെ അവിടുന്ന് പോകുന്ന ഒരു ഒപ്റ്റിക് നെർവിനെയും കണ്ടു. അതായത് നമ്മൾ കോർണിയ, കൺജങ്ക്റ്റൈവ, ഐറിസ്, പ്യൂപ്പിള്, പീതബിന്ദു, അന്ധബിന്ദു, നേത്രനാടി, ഈ വക സംഗതികൾ നമ്മളവിടെ കണ്ടു അല്ലേ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് വാട്ട് ഈസ് കോർണിയ, അല്ലെങ്കിൽ കോർണിയ എന്നാൽ എന്ത്? The projected transparent anterior part of the sclera which refracts the light rays to focus on the retina. Okay, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? പടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യമായ മുന്നോട്ട് തള്ളിയതുമായ ഭാഗം പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ അവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ണിൻ്റെ ചിത്രം കാണാം. അതിൽ ആ മുന്നോട്ട് തള്ളിയിരിക്കുന്ന ശരിക്കും ഒരു സ്ഫെറിക്കൽ ഷേപ്പാണോ? അല്ല, സ്ഫെറിക്കൽ ഒരു വട്ടമല്ല നമ്മുടെ കണ്ണ് അല്ലേ. ഒരു ചെറിയൊരു ഭാഗം ഒന്ന് മുന്നോട്ട് പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നില്ലേ, ഒന്ന് മുന്നോട്ട് തള്ളി നിൽക്കുന്നുണ്ട്. ആ ഭാഗം ഒരു ട്രാൻസ്പെറൻറ്റും ആണ്, അല്ലെങ്കിൽ സുതാര്യമാണ്. അതായത് വെളിച്ചം കടത്തി വിടുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിലൂടെയാണ് പ്രകാശം കടക്കുന്നത്. ഏതിലൂടെ? കോർണിയയിലൂടെ. ഇറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ദ ലൈറ്റ് റേസ് വിച്ച് റിഫ്രാക്ട് ദ ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ദ റെറ്റിന. ഈ ഒരു ഭാഗമാണ് ലൈറ്റ് റേസിനെ റിഫ്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പറയാം, പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നതാരാണ്? കോർണിയ എന്ന ഈ ഭാഗമാണ്. ഇനി അടുത്തത് പറയുന്നത് കൺജങ്ക്റ്റൈവയാണ്. ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ദ ലെയർ വിച്ച് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ സ്ക്ലീറ എക്സെപ്റ്റ് ദ കോർണിയ. അപ്പോൾ ഫസ്റ്റ് ലെയർ ആണ് സ്ക്ലീറ. സ്ക്ലീറയുടെ കോർണിയ ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളെയൊക്കെ എന്ത് ചെയ്ത് കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ആളാണ് ആര്? കൺജങ്ക്റ്റൈവ. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം പറഞ്ഞത് കോർണിയ ആയിരുന്നു, ഇപ്പോൾ പറഞ്ഞത് കൺജങ്ക്റ്റൈവ. ഇനി നമ്മൾ പറയുന്നത് ഐറിസിനെ പറ്റിയിട്ടാണ്. ഐറിസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഐറിസ് തന്നെയാണ് പറയുന്നത്. പാർട്ട് ഓഫ് ദ കൊറോയിഡ് seen behind the cornea, presence of the pigment melanin gives the iris a dark color. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യാം? കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗം മെലാനിൻ എന്ന വർണ്ണവസ്തു സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെൻ്റ് ഉണ്ട്. പിഗ്മെൻ്റ് എന്ന് പറയുമ്പോൾ വർണ്ണവസ്തു. ഇതുള്ളതുകൊണ്ട് തന്നെ ഇതിനൊരു ഡാർക്ക് കളറാണ് ഈ ഒരു ഭാഗത്തിന്. അപ്പോൾ ഇറ്റ് ഈസ് സീൻ ബിഹൈൻഡ് കോർണിയ, കോർണിയയുടെ പുറകിലാണ് കാണുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി കൊറോയിഡ്, അല്ലെങ്കിൽ രക്തപടലത്തിൻ്റെ ഒരു ഭാഗമാണ്, കോർണിയയുടെ പുറകിലാണ്. ഈ മെലാനിൻ എന്ന പിഗ്മെൻ്റ് അല്ലെങ്കിൽ വർണ്ണവസ്തു ഉള്ളതുകൊണ്ട് തന്നെ എന്താണ്
ഇതിനൊരു ഡാർക്ക് കളർ ഉണ്ട്, അല്ലെങ്കിൽ ഇതൊരു ഇരുണ്ട നിറമുള്ള സംഗതിയാണ് എവിടെ, കണ്ണിൻ്റെ ഭാഗമായ ഐറിസ്. ഇതുവരെ ഓക്കെ ആയല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ കോർണിയ, കൺജങ്ക്റ്റൈവ, ഐറിസ് വരെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്യൂപ്പിളിനെ കുറിച്ചിട്ടാണ് അല്ലേ. ഇംഗ്ലീഷിലും മലയാളത്തിലും പ്യൂപ്പിൾ തന്നെയാണ് പറയുക. അപ്പോൾ പ്യൂപ്പിളിൻ്റെ ഫങ്ഷനിങ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നു. അതായത് ദ അപ്പർച്ചർ seen at the center of the iris, the size of this aperture increases and decreases depending on the intensity of light. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് വരുന്നത് ഈ പ്യൂപ്പിളിനെ റിലേറ്റ് ചെയ്തിട്ടൊരു കാര്യമാണ്. കണ്ണെപ്പോഴാണ് ചെറുതാവുന്നത്, കണ്ണെപ്പോഴാണ് വലുതാവുന്നത്, കണ്ണല്ല, കണ്ണിൻ്റെ ഉള്ളിലെ ഈ കൃഷ്ണമണി എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അതിനെപ്പറ്റി ചെറിയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാലും ഇതിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കുക. ഓക്കെ, ദ സൈസ് ഓഫ് ദ അപ്പർച്ചർ ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. നല്ല തീവ്രതയുള്ള ലൈറ്റാണ് വരുന്നതെങ്കിൽ, പ്രകാശമാണ് വരുന്നതെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് ഇത് ചുരുങ്ങും. അതല്ല ഇരുണ്ട നിറം അല്ലെങ്കിൽ മങ്ങിയ നിറം അല്ലെങ്കിൽ ഡിം ലൈറ്റിൽ ഇതിൻ്റെ വലുപ്പം സ്വാഭാവികമായിട്ടും കൂടും. അപ്പോൾ ഇതിൻ്റെ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ പ്യൂപ്പിളിനെ പറ്റി പറയുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക. ദ അപ്പർച്ചർ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഐറിസ്, ദ സൈസ് ഓഫ് ദിസ് അപ്പർച്ചർ ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇതാണ് പ്യൂപ്പിള് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെൻസാണ്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ലെൻസിന് എന്ന് പറയാം. സുതാര്യവും അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റും ഇലാസ്തികതയുമുള്ള കോൺവെക്സ് ലെൻസ്. ആ പോയിന്റ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. കോൺവെക്സ് ലെൻസ് ചിലപ്പോൾ വൺ വേർഡൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു പാർട്ട് എക്സാമിന് എങ്ങനെയാണ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളോട് കണ്ണ് വരയ്ക്കാനൊന്നും പറയില്ല. ജസ്റ്റ് ആ പാർട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് ABC എന്ന് അവർ തരും. എന്നിട്ട് പറയും വാട്ട് ഈസ് A, ഹൗ ക്യാൻ യു ഡിഫൈൻ B. എന്നിട്ട് ഒരു മാർക്കിനാണെങ്കിൽ നിങ്ങൾ പേരെഴുതുക. അല്ല, ഇനി അവർ ചോദിക്കും വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് A അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് B, അല്ലെങ്കിൽ ഗിവൺ ബിലോ ഈസ് ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ദി ഐ, അല്ലെങ്കിൽ ചുവടെ കണ്ണിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഇതിൽ 4-5 ഭാഗങ്ങൾ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ മാർക്ക് 4 or 3 പാർട്സ് ഓഫ് ദി ഐ എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന 4-5 ഭാഗം മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മം കൂടി ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി എഴുതണം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പേര് മാത്രം എഴുതി വെച്ചാൽ മതി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാർക്ക്. എപ്പോഴും നമ്മൾ മാർക്ക് നോക്കിയിട്ട് ആൻസർ ചെയ്യണം. ഇപ്പോൾ ലാസ്റ്റ് എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനും സൈഡിലായിട്ട് 2 മാർക്ക് 3 മാർക്ക് എന്ന് ഞാൻ മാർക്ക് ചെയ്യാനുള്ള റീസണും അതാണ്. നിങ്ങൾ മാർക്കിനനുസരിച്ച് എഴുതണം. നിങ്ങൾക്ക് എന്തൊക്കെ അതിനെക്കുറിച്ച് അറിയോ അതൊക്കെ നിങ്ങൾ എഴുതുന്ന അത്രയും നിങ്ങൾക്ക് മാർക്ക് പോവാതിരിക്കാൻ സാധ്യത കൂടുതലാണ്. മാർക്ക് പോവാതിരിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്യൂപ്പിളിനെ പറ്റിയിട്ടാണ്. നമ്മൾ പ്യൂപ്പിളിനെ പറ്റി പറഞ്ഞു. ലെൻസിനെ പറ്റിയിട്ടാണ്. സുതാര്യവും ഇലാസ്തികതയും ഉള്ളതായ കോൺവെക്സ് ലെൻസ് സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഇലാസ്റ്റിക് ആണ്, ട്രാൻസ്പെറൻ്റ് ആയ കോൺവെക്സ് ലെൻസാണ്, കണക്റ്റഡ് ടു ദ സീലിയറി മസിൽസ് ബൈ ത്രെഡ് ലൈക്ക് ലിഗമെൻറ്റ്സ്. ഈ ത്രെഡ് ലൈക്കുള്ള ലിഗമെൻറ്റ്സ് വഴിയാണ് ഇവയെ സീലിയറി മസിൽസിലേക്ക് കണക്റ്റഡ് ആക്കിയിരിക്കുന്നത്. ആ പോയിൻറ്റ്സ് ഒക്കെ അങ്ങനെ തന്നെ പഠിക്കുക. ഇത് നമുക്ക് ഇൻ ഡെപ്തിലൊന്നും പഠിക്കാനില്ല. എനിക്ക് തോന്നുന്ന +1 +2 ക്ലാസ്സിൽ റെക്കോർഡിൽ മാർക്ക് ചെയ്യുമ്പോഴും പോർഷൻസ് മാർക്ക് ചെയ്യുമ്പോഴുമാണ് ഇനി നമ്മൾ കണ്ണിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്താണോ തന്നിരിക്കുന്നത്, ട്രാൻസ്പെറൻറ്റ് ഇലാസ്റ്റിക് കോൺവെക്സ് ലെൻസ്, അതാണ് അതിൻ്റെ മെയിൻ പോയിൻറ്റ്. പിന്നെ നമ്മൾ അഡീഷണൽ എന്ത് ചെയ്യണം, കണക്റ്റഡ് ടു സീലിയർ മസിൽ ബൈ ത്രെഡ് ലൈക്ക് ലിഗമെൻറ്റ്സ്. ഇലാസ്തികവും സുതാര്യവുമായ കോൺവെക്സ് ലെൻസാണ് സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയർ പേശികൾക്ക് ബന്ധിച്ചിരിക്കുന്നു. അപ്പോൾ അത്രയാണ് എന്തിനെ കുറിച്ചിട്ടുള്ളത്, ലെൻസിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ പറയുന്നത് സീലിയറി മസിൽസ്, ദ സർക്കുലർ മസിൽസ് seen around the lens, and the contraction and the relaxation of these muscles alter the curvature of lens.
അപ്പോൾ എന്താണ് ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയുള്ള പേശികൾ ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. അപ്പോൾ സിലിയറി മസിൽസിന് കാരണമാണ് ലെൻസിൻ്റെ ക്രമീകരണം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സിലിയറി മസിൽസ് വഴിയാണ് ലെൻസിൻ്റെ കർവേച്ചർ അത് ലെൻസിൻ്റെ കർവേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലെൻസിൻ്റെ കർവേച്ചറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരു നല്ലൊരു റോൾ ഉണ്ട് ആർക്ക് സിലിയറി മസിൽസിന്. ആ പോയിൻറ്റ്സ് അങ്ങനെ പഠിച്ചാൽ മതി. ഇൻ ഡെപ്ത് നിങ്ങളൊന്നും തലയിൽ കയറ്റണ്ട, ആ പോയിൻറ്റ്സ് അങ്ങനെ പഠിക്കുക. സിലിയറി മസിൽസിൻ്റെ അൾട്ടറിങ് ഇറ്റ് എഫക്ട് ദ കർവേച്ചർ ഓഫ് ലെൻസ് അത്ര പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യെല്ലോ സ്പോട്ട് ബ്ലൈൻഡ് സ്പോട്ടിനെ കുറിച്ചിട്ടാണ്. യെല്ലോ സ്പോട്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പീതബിന്ദു എന്ന് പറയുമ്പോൾ ദ പാർട്ട് ഓഫ് ദ റെറ്റിന where plenty of photoreceptors are present. റെറ്റിന അല്ലെങ്കിൽ ഏറ്റവും ഇന്നർ ലെയർ, ഏറ്റവും ആന്തരപാളിയിൽ പെടുന്ന റെറ്റിനയിലെ ഒരു ഭാഗമാണ് യെല്ലോ സ്പോട്ട്. where plenty of photoreceptors are present അല്ലെങ്കിൽ പ്രകാശഗ്രാഹി കോശകങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? യെല്ലോ സ്പോട്ടിലാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് റെറ്റിന. അത് റെറ്റിനയിലെ ഒരു ഭാഗമാണ്. റെറ്റിന എന്ന് പറയുമ്പോൾ ഏറ്റവും ഇന്നർ ലെയർ അല്ലെങ്കിൽ ആന്തരപാളി. ഈ പാർട്ട് ഓഫ് റെറ്റിനയിലാണ് കൂടുതൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണുന്നത്. ഇറ്റ് ഈസ് പോയിൻ്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി. അപ്പോൾ ഇവിടെയാണ് പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് ഇവിടെയാണ്. എവിടെ? പീതബിന്ദു അല്ലെങ്കിൽ യെല്ലോ സ്പോട്ടിലാണ്. ഇറ്റ് ഈസ് ദ പോയിൻ്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി. ഇവിടെയാണ് ക്ലാരിറ്റി ഏറ്റവും കൂടുതലുള്ളത്, കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ ഉള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനായിട്ട് നേരെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ബ്ലൈൻഡ് സ്പോട്ടിനെ പറ്റിയിട്ടാണ്. ദി പാർട്ട് ഓഫ് ദി റെറ്റിന ഫ്രം വേർ ദി ഒപ്റ്റിക് നെർവ് ബിഗിൻസ്. അപ്പോൾ അവിടെ നിന്നാണ് ഒപ്റ്റിക് നെർവ്സ് അല്ലെങ്കിൽ നേത്രനാടി തുടങ്ങുന്നത്. ഹിയർ ദർ ഈസ് നോ വിഷൻ ആസ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ്. ഇവിടെ നിന്നാണ് നേത്രനാടി അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ദർ ഈസ് നോ വിഷൻ ഹിയർ. ഇവിടെ എന്തില്ല? കാഴ്ചയില്ല. ഇവിടെ പ്രകാശഗ്രാഹികളില്ലാത്തതിനാൽ കാഴ്ചയില്ല. ഇവിടെ കാഴ്ചയില്ല കാരണം എന്താ? ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ല അല്ലെങ്കിൽ പ്രകാശഗ്രാഹികളില്ല. അവിടെ നിന്നാണ് എന്ത് തുടങ്ങുന്നത്? പക്ഷേ ഒപ്റ്റിക് നെർവ് തുടങ്ങുന്നത് അല്ലെങ്കിൽ നേത്രനാടി തുടങ്ങുന്നത് എവിടെ നിന്നാണ്? അവിടെ നിന്നാണ്. റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗം ഇവിടെ പ്രകാശഗ്രാഹികളില്ലാത്തതിനാൽ കാഴ്ചയില്ല, അല്ലെങ്കിൽ the part of the retina from where the optic nerve begins. Here there is no vision as photoreceptors are absent. മക്കളെ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചിരുന്നിട്ട് ക്ലാസ് കേൾക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒന്നും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് വർക്ക് അല്ലെങ്കിൽ ക്ലാസ് വർക്കായിട്ട് സ്കൂളിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട കുറേ വർക്ക്സ് ഉണ്ട്. നമ്മൾ ക്ലാസ് എടുക്കൽ കഴിഞ്ഞതിന് ശേഷം ആ ഓരോ വർക്ക്സും നിങ്ങൾക്ക് നോട്ടായിട്ട് തരും. നമുക്ക് ലൈവ് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സിൽ ചെയ്ത് തന്നിട്ട് നിങ്ങൾക്കത് നോട്ടായിട്ട് തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ 1 വേർഡായിട്ട് വരുമ്പോഴും 2-3 മാർക്കിനൊക്കെ വരുമ്പം ചോദ്യം എങ്ങനെയാണ് വരിക, അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരിക, ഇതിനെ പറ്റിയിട്ടൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. ബയോളജി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റ് ആയിരിക്കും. പോയിൻ്റ് ടു പോയിൻ്റ് നോട്ട് ചെയ്താൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ കവർ ചെയ്യാം, ഇത് ലാസ്റ്റ് ടൈം കവർ ചെയ്യാമെന്ന് കരുതി വെറുതെ വിടരുത്. കാരണം ഒരു ടൈമിൽ നമ്മളത് കവർ ചെയ്യാണ്ട് പോയാൽ ഒരു സമയത്ത് നമുക്കത് നല്ല ബേർഡൻ ആവും. എത്രത്തോളം സ്റ്റഡി ലീവ് കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അപ് ടു ഡേറ്റ് ചെയ്ത് പോവാം. ഇനി നമുക്ക് ലാസ്റ്റ് ഒരാളെ കൂടി കവർ ചെയ്യാനുണ്ട്. ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ നേത്രനാടി transmit impulses from photoreceptors to the visual center in the brain. It transmit impulses from photoreceptors അല്ലെങ്കിൽ കാഴ്ചയുമായി റിലേറ്റഡ് ആയ റിസെപ്റ്റേഴ്സിൻ്റെ ഇമ്പൾസിനെ ടു ദ വിഷ്വൽ സെൻറ്റർ ഇൻ ദ ബ്രെയിനിലെ വിഷ്വൽ സെൻറ്ററിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ആര്? ഒപ്റ്റിക് നെർവ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആരാണ് കൊണ്ടുപോകുന്നത്? വേറെ ആരുമല്ല, ഒപ്റ്റിക് നെർവ്. Optic nerve, it transmits the impulses from the photoreceptors to the visual center in the brain. ഫോട്ടോറിസെപ്റ്റേഴ്സിലെ ഇമ്പൾസസിനെ വിഷ്വൽ സെൻറ്റർ, ബ്രെയിനിലെ വിഷ്വൽ സെൻറ്റർ അല്ലെങ്കിൽ കാഴ്ചയുമായിട്ട് റിലേറ്റ് ചെയ്ത
സെൻറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ഒപ്റ്റിക് നെർവാണ്. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആര്? ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ നേത്രനാടി. അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ലെയേഴ്സ് ഓഫ് ദ ഐ, കണ്ണിലെ പാളികളെ പറ്റി പറഞ്ഞു. പിന്നെ ഏതൊക്കെയാണ്? ദൃഢപടലം, സ്ക്ലീറ, രക്തപടലം, കൊറോയ്, ദൃഷ്ടിപടലം, റെറ്റിന. എൻ്റെ കൂടെ പറയാൻ നോക്കുക കേട്ടോ, പഠിച്ചതുപോലെ പറയാൻ നോക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ജസ്റ്റ് ബയോളജി എന്ത് ചെയ്യുക, എടുത്ത പോർഷൻസ് ഒന്ന് വായിച്ച് നോക്കുക. എങ്കിലും നമുക്കിങ്ങനെ ക്ലാസ് അസസ്മെൻറ്റും ടെസ്റ്റുകളൊക്കെ വരുമ്പോൾ സ്മൂത്തായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ബയോളജി. പിന്നെ കോർണിയ, സുതാര്യമായ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയ ഭാഗം, ഇതിലൂടെയാണ് പ്രകാശം വരുന്നത്. പിന്നെ കൺജങ്ക്റ്റൈവ, കോർണിയ ഒഴികെ ബാക്കിയുള്ളതിനൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഐറിസിനെ പറ്റി പറഞ്ഞു, പ്യൂപ്പിൾ. പിന്നെ ലെൻസ്, കോൺവെക്സ് ലെൻസാണ്. പിന്നെ സിലിയറി മസിൽസിനെ പറ്റി പറഞ്ഞു, പീതബിന്ദു, അന്ധബിന്ദു, നേത്രനാടി, ബ്ലൈൻഡ് സ്പോട്ട് ആൻഡ് ഒപ്റ്റിക് നെർവ്. ഓക്കെ.